ഇത് പാലക്കാട് അട്ടപ്പാടിയിലുള്ള അഗളി എന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ എലിഫൻറ്റ് സ്ക്വാഡൊക്കെ ഉണ്ട്. ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, വനപാതയാണ്. നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ. നല്ല മരങ്ങളും കാടും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനടുത്ത് ഇഷ്ടം പോലെ കൃഷി സ്ഥലങ്ങളും ഉണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തേക്കും ഈ കാട്ടുമൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി. രാത്രിയാകുമ്പോഴത്തേക്കും ഈ ട്യൂബ് ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്ക് സ്പാർക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പൊട്ടിത്തെറി പോലൊരു സൗണ്ടും ഉണ്ട്. മൃഗങ്ങളൊക്കെ ഈ സ്പാർക്ക് വന്നുകൊണ്ട് പേടിച്ച് ഇങ്ങോട്ട് അടുക്കത്തില്ല. ഇവിടെ ആനയും പന്നിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഫെൻസിങ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഇലക്ട്രിക് ഫെൻസിങ്. അതിനടുത്താണ് ഈ സെൻറ്റ് തോമസ് ആശ്രമം. ഞങ്ങൾ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ അട്ടപ്പാടിയിലുള്ളൊരു ആശ്രമത്തിലാണ്. അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു നെല്ലിമരം കിട്ടും. അവിടെ നിറച്ചങ്ങോട്ട് കാഴ്ച നിൽക്കുക. എന്ത് രസമാണ് കാണുന്നത്. യോഗി നിറച്ച് ഒരു നെല്ലിക്കൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പറിച്ച് നമുക്ക് അങ്ങോട്ട് തിന്നെ. ആദ്യമായിട്ടാണ് ഞാനൊരു നെല്ലിക്ക മരത്തിൽ നിന്ന് പറിച്ചത് ഇങ്ങനെ തിന്നു. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ആശ്രമത്തിലെ അന്തേവാസികൾ വന്ന് പറഞ്ഞു, ഇഷ്ടം പോലെ നെല്ലിയുണ്ട്, നിങ്ങൾക്ക് എത്ര കിലോ വേണേലും നെല്ലിക്ക പറിച്ചുകൊണ്ട് പൊക്കോളെ. പിന്നെ നോക്കേണ്ട കാര്യമുണ്ടോ, നമ്മൾ നെല്ലിക്ക പറി തുടങ്ങി. ആശ്രമത്തിലെ ഒരു കുട്ടി ഓടി വന്ന് നമ്മളെ നെല്ലിക്ക പറിക്കാൻ സഹായിച്ചു. അവൻ താണ്ട കുരങ്ങൻ ചാടിക്കിടന്നു പോലെ പടപടയെന്ന് ചാടി മുകളിൽ കയറി നെല്ലിക്ക പറിച്ച് എറിഞ്ഞു തരാൻ തുടങ്ങി. മിനിറ്റ് നേരം വെച്ച് അവൻ എല്ലാവർക്കും കിലോ കണക്കിന് നെല്ലിക്ക പറിച്ചു തന്നു. അവനുള്ളത് കൊണ്ട് നെല്ലിയെ കയറി ഉരുണ്ട് വീഴാതെ രക്ഷപ്പെട്ടു. തിരികെയുള്ള യാത്രയിൽ നല്ല പുഴകളും മലകളും ഒക്കെ കാണാനുണ്ടായിരുന്നു. കൺകുളിർക്കെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. ആ മലയുടെ അങ്ങേക്കരയിലാണ് നീലഗിരി ഹിൽസ്. ഇത് ഭവാനിപ്പുഴയാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ടാണ് ഇത് ഒഴുകുന്നത്. നല്ല ശുദ്ധമായ ജലവും കൊണ്ട് ഭവാനിപ്പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്.